ബ്രൗണി കേക്കിൻ്റെ വേറൊരു വേരിയേഷനായ ബട്ടർസ്കോച്ച് ബ്ലോണ്ടിയാണ് ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി. ബ്രൗണി പോലെ തന്നെ ച്യൂയിയും വളരെ റിച്ചുമായി ഒരു കേക്ക് പാർട്ടികളിൽ ഐസ്ക്രീമിൻ്റെയും കാരമൽ സോസിൻ്റെയും കൂടെ സെർവ് ചെയ്താൽ വളരെ സൂപ്പറാണ്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ബട്ടർസ്കോച്ച് ബ്ലോണ്ടിക്കായി ആദ്യം ബട്ടർസ്കോച്ച് ചിപ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് അളവ് കപ്പിന് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നിരത്തിയിട്ടതിന് ശേഷം സ്റ്റൗ ഓൺ ആക്കണം. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇത് കുറച്ച് മെൽറ്റായി വരുന്നത് വരെ സ്പൂണിന് ഇളക്കി കൊടുക്കരുത്. ഇതുപോലെ പാൻ കറക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്പാറ്റില വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ട് മെൽറ്റാക്കി എടുക്കണം. ഈ സമയം കൊണ്ട് ഇതൊഴിച്ച് വെച്ച് സെറ്റ് ചെയ്യാനായി ഒരു പാത്രത്തിൽ ബട്ടർ തൂത്ത് കൊടുത്ത് മാറ്റി വയ്ക്കാം. അതിന് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് പാനാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്താലും മതി കേട്ടോ. ബുദ്ധിമുട്ടില്ലാതെ വിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ബട്ടർ തൂത്ത് കൊടുക്കുന്നത്. ഇതിവിടെ ഇനി ഇരിക്കട്ടെ. ഇപ്പോൾ പഞ്ചസാര നന്നായി കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്തെല്ലാം തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ബട്ടർ മൊത്തം മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയ കാഷ്നട്ട് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. ഒരു 30 സെക്കൻഡൊക്കെ ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. കൂടുതൽ സമയം റോസ്റ്റ് ചെയ്താൽ നമ്മുടെ കാരമൽ കരിഞ്ഞു പോവുകയും ചേർത്ത് കൊടുത്തിരിക്കുന്ന കാഷ്യൂസ് ഓവറായിട്ട് മൂത്തു പോവുകയും ചെയ്യും. ടേസ്റ്റേ മാറിപ്പോകും. ഇതിനി തീയിൽ നിന്ന് വാങ്ങി ഉടൻ തന്നെ നേരത്തെ ബട്ടർ തൂത്ത് തയ്യാറാക്കി വെച്ചിരുന്ന പാനിലേക്ക് ഒഴിച്ച് സെറ്റാക്കി എടുക്കണം. ഇതൊന്ന് സ്പാറ്റില വെച്ച് മൊത്തം ഒന്ന് നിർത്തി കൊടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഹാർഡാകും. അതുകൊണ്ട് ഉടൻ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ചൂടാറി വരുമ്പോഴേക്കും ഇത് സെറ്റായി വരും. ഇപ്പോൾ ഇവയുടെ ചൂടൊക്കെ ആറി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇവ ഡീമോൾഡ് ചെയ്യാം. ഇങ്ങനെ പാത്രം ചെറുതായിട്ട് ഞെരിച്ച് കൊടുത്താൽ മതി. താഴെ നിന്നൊക്കെ വിട്ടുപോകുന്നുള്ളൂ. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിവ ചെറിയ പീസുകളായി പൊട്ടിച്ചെടുക്കണം. എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കവറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തീരെ ചെറിയ പീസുകളായി പൊടിച്ചെടുക്കണം. ഒരു ചപ്പാത്തി റോളർ വെച്ചിട്ട് അടിച്ചു പൊട്ടിച്ച് ചെറിയ ചെറിയ ചിപ്സുകളാക്കി എടുക്കണം. വലിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതും പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടർസ്കോച്ച് ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള ചിപ്സാണ് കിട്ടേണ്ടത്. ഇതിനി മാറ്റിവെക്കാം. അടുത്തത് നമുക്ക് കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിനൊരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ, 2 നുള്ളു ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് അരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ കേക്ക് ഉണ്ടല്ലോ, വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. തീർച്ചയായും നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. അത്രയ്ക്ക് നല്ലതാണ്. ഇനി ഇവ ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഈ സമയത്ത് നമ്മുടെ ഓവൻ 175 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അടുത്തതായി മറ്റൊരു വലിയ ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിൽ ഉള്ള 1/2 കപ്പ് മെൽറ്റാക്കിയ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ബ്രൗൺ ഷുഗർ, 1/4 കപ്പ് വൈറ്റ് ഷുഗർ ഇവ ചേർത്ത് ഒരു വിസ്ക് വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. മീഡിയം സ്പീഡിൽ 2-2.5 മിനിറ്റ് വരെ ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ലൈറ്റ് കളറായിട്ടുണ്ട്. പഞ്ചസാര അധികം മെൽറ്റ് ആകേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ ചെറിയ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്തെടുക്കണം. നിങ്ങൾ എടുക്കുന്ന മുട്ട വലുതാണെങ്കിൽ 1 മുട്ടയും 1 മുട്ടയുടെ മഞ്ഞയും എടുത്താൽ മതി. എല്ലാം നന്നായി മിക്സായി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് വിസ്ക് മാറ്റി വയ്ക്കാം.
എന്നിട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. സ്പാറ്റില വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ആകരുത്. ജസ്റ്റ് പൊടികളൊന്നും കാണാത്ത രീതിയിൽ കമ്പൈൻ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ക്രിസ്മസിന് ചെയ്യാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളുടെയും കുക്കീസിൻ്റെയും പല റെസിപ്പി വീഡിയോസ് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും എൻഡ് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ പൊടിയെല്ലാം നന്നായി കമ്പൈനായി കിട്ടിയിട്ടുണ്ട്. അവസാനമായി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർസ്കോച്ച് ചിപ്സ് ഇല്ലേ, അതിൽ നിന്ന് 1/2 കപ്പും ചെറിയ കഷ്ണങ്ങളാക്കിയ 1/4 കപ്പ് കാഷ്നട്ടും, ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഇതും ഓവറായിട്ട് മിക്സ് ആകരുത്. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവ ബേക്കിംഗ് പാനിലേക്ക് മാറ്റാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ പാനാണ് എടുത്തിരിക്കുന്നത്. പാനിൽ എല്ലായിടത്തും ബട്ടർ തൂത്തിട്ട് ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബ്രൗണി ടൈപ്പ് കേക്കാണ്. അധികം ഹൈറ്റ് വേണ്ട, അതുകൊണ്ടാണ് 8 ഇഞ്ചിൻ്റെ പാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇവ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായി ലെവലായി കിട്ടുന്നതിന് വേണ്ടിയും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിലീസ് ആവുന്നതിനും വേണ്ടി 3-4 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ബേക്ക് ചെയ്യാനായി പ്രീഹീറ്റായിരിക്കുന്ന ഓവനിലേക്ക് മാറ്റാം. 175 ഡിഗ്രി സെൽഷ്യസിൽ 30 മുതൽ 35 മിനിറ്റ് വരെയാണ് ഈ കേക്കിൻ്റെ ബേക്കിംഗ് ടൈം. ഓരോ ഓവൻ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഓവൻ്റെ മുകളിലത്തെ കോയിൽ ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ കേക്കിൻ്റെ മുകൾ ഭാഗത്തെ കളർ ഓവറായി മാറിപ്പോകും. ഒരു 30 മിനിറ്റ് ആകുമ്പോൾ സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുക. ഇപ്പോൾ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. എനിക്കിവിടെ 30 മിനിറ്റിലാണ് ബേക്കായി കിട്ടിയിരിക്കുന്നത്. ഓവനിൽ നിന്ന് മാറ്റാം. ചൂടാറിയതിന് ശേഷം ബേക്കിംഗ് പാനിൽ നിന്ന് മാറ്റി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കേക്ക് റെസിപ്പിയാണ് ഇത്. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് നോക്കാം. സാധാ കേക്കിൻ്റെ സ്ട്രക്ചറല്ല, ബ്രൗണി ടൈപ്പ് chewy കേക്കാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരിൽ നിന്നും ഞാനൊരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോയ്ക്ക്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്